ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ പേജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് പേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേജിന് എന്താണോ നിങ്ങൾ നെയിം ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇത് എന്ത് റിലേറ്റ് ചെയ്താണ്. ഇപ്പോൾ എഡ്യൂക്കേഷനോ റിലേറ്റ് ചെയ്ത് ആയതുകൊണ്ട് ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ ആഡ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് 3 വരെ ഇടാം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ, നിങ്ങളുടെ ഇപ്പോൾ എന്തെങ്കിലും കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരു ബ്രാൻഡ് കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് #അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് പേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ആയി. ഇത്രയുള്ള പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ മൊത്തം ആഡ് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും അത് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയതുകൊണ്ട് ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയോ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഈ ഷോപ്പ് 24 hour ആണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈമിംഗ് ഉണ്ടോ, അത് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും ഫിനിഷായി. ഇത്രേ ഉള്ളൂ ഈ 2 പേജിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മളിപ്പോൾ കിടക്കും. നമ്മളിതൊക്കെ സെലക്ട് ചെയ്തു. ഇനി അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേജിന് ഫോട്ടോ, കവർ ഫോട്ടോ, പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൊരു സെക്ഷനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ആക്ഷൻ ബട്ടൺ. നിങ്ങൾക്കിപ്പോൾ കോൾ നൗ വേണമെങ്കിൽ കോൾ നൗ വയ്ക്കാം, വാട്സപ്പ് നൗ വേണമെങ്കിൽ വാട്സപ്പ് നൗ വയ്ക്കാം, മെസ്സഞ്ചർ ത്രൂ മെസ്സേജ് നൗ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം, ഇല്ലെങ്കിൽ ലീഡ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ ലീഡ് ഫോം വയ്ക്കാം. അങ്ങനെ വയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൻ്റെ ബട്ടൺ വെച്ച് കാണിച്ചു തരാം. ഞാൻ വെക്കണില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കാര്യങ്ങൾ കൊടുത്തു. ഇനി എൻ്റെ നമ്പറിലേക്ക് ഒരു OTP വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പേജിൽ വാട്സപ്പ് കണക്ട് ആയെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കണുള്ളൂ, ഞാനത് ചെയ്യണില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അതാണ് നമ്മുടെ പേജ് ക്രിയേഷനിലെ 4ാമത്തെ സ്റ്റെപ്പ് അഥവാ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഈ പേജായിട്ട് കണക്ട് ചെയ്യണ ഒരു ഓപ്ഷൻ. അതിനായിട്ട് നിങ്ങളുടെ കൺട്രി ഏതാണോ നിങ്ങൾ നിങ്ങളുടെ കൺട്രി ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ നമ്പർ വാട്സപ്പ് ബിസിനസ് ആണെങ്കിലും വാട്സപ്പ് ബിസിനസ് അല്ലെങ്കിൽ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഒരു OTP പോകും. ആ OTP ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യണതിന് മുന്നേ നമുക്ക് താഴെ സ്കിപ്പ് ഓപ്ഷൻ ആയിരിക്കും കാണിക്കാം. നമ്മൾ ആ OTP അടിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി കണക്ട് ആയതിനു ശേഷം താഴെ ഒരു നോട്ടിഫിക്കേഷൻ വരും. യുവർ പേജ് ഈസ് കണക്റ്റഡ് വിത്ത് വാട്സപ്പ് എന്നും പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം ആ സ്കിപ്പ് മാറി നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും അവൈലബിൾ ആവുക. ഇപ്പം നമ്മുടെ കണക്റ്റ് ആയി. ഇപ്പോൾ ആ സ്കിപ്പ് മാറി നെക്സ്റ്റ് ആയി. ഇപ്പം നമ്മുടെ പേജിൻ്റെ ഹെൽത്ത് ഗുഡ് ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. അടുത്തത് നിങ്ങളുടെ പേജ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനായിട്ടുള്ളത് വേണോ വേണ്ടയോ എന്നുള്ള സെലക്ഷൻ. അതിപ്പോൾ ഞാൻ ഓണാക്കിയിട്ട് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നോക്കിയാൽ കാണാം നമ്മുടെ പേജ് ക്രിയേറ്റ്. ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള 4-5 സ്റ്റെപ്പുകൾ, മേജർ സ്റ്റെപ്പുകൾ.